സ്പെയിനിലെ മാഡ്രിഡിൽ 1996 ജൂൺ 22-നാണ് റോഡ്രി ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഫുട്ബോളിനോട് വലിയ ആഗ്രഹമുണ്ടായിരുന്ന അദ്ദേഹം പ്രാദേശിക ക്ലബ്ബുകളിലൂടെയാണ് തന്റെ ഫുട്ബോൾ കരിയറിന് തുടക്കമിട്ടത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ യൂഷ അക്കാദമിയിൽ കളിച്ചെങ്കിലും ശാരീരിക വളർച്ചക്കുറവ് പറഞ്ഞ് അവരെ ഒഴിവാക്കിയതിനെ തുടർന്ന് റോഡ്രി മറ്റൊരു ക്ലബ്ബായ വിയ്യാറയലിലേക്ക് ചേക്കേറുകയായിരുന്നു. വിയ്യാറയലിന്റെ യുവനിരയിലൂടെ വളർന്നുവന്ന റോഡ്രി 2015-ൽ അവരുടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു. മിഡ്ഫീൽഡിലെ അദ്ദേഹത്തിന്റെ പക്വതയുള്ള കളിരീതി പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. 2018-ൽ റോഡ്രി തന്റെ പഴയ ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തി. അവിടെ ഒരു സീസൺ മാത്രമാണ് കളിച്ചതെങ്കിലും ഡിസിപ്ലിനുള്ള മിഡ്ഫീൽഡ് പ്രകടനത്തിലൂടെ ലോകോത്തര താരമായി ഉയർന്നു. സ്പെയിനിന്റെ അണ്ടർ-19, അണ്ടർ-21 ടീമുകളിലൂടെയാണ് റോഡ്രി അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് കടന്നുവരുന്നത്. പിന്നീട് സ്പെയിൻ സീനിയർ ദേശീയ ടീമിന്റെ നെടുംതൂണായി അദ്ദേഹം മാറി. സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായപ്പോൾ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച റോഡ്രി 2026 ലോകകപ്പിൽ സ്പാനിഷ് ടീമിനെ നയിച്ചാണ് ചരിത്ര വിജയം സമ്മാനിച്ചത്. ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ കിരീടം ചൂടിയപ്പോൾ ടൂർണമെന്റിലുടനീളം മൈതാനത്ത് നടത്തിയ തന്ത്രപരമായ മുന്നേറ്റങ്ങൾക്കും പ്രതിരോധ മികവിനുമാണ് അദ്ദേഹത്തെ തേടി ഗോൾഡൻ ബോൾ പുരസ്കാരമെത്തിയത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുമ്പോഴും കളി മെനയുന്നതിൽ റോഡ്രി കാണിക്കുന്ന കൃത്യത അപാരമാണ്. എതിരാളികളുടെ ആക്രമണങ്ങളെ തടയുന്നതിലും പന്ത് കൃത്യമായി സഹകളിക്കാരിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം മിടുക്കനാണ്. ശാന്തതയും നേതൃപാടവവുമാണ് റോഡ്രിയെ മറ്റു കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്.